വിശ്വാസത്തിൻ്റെ ക്രൈസിസ് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കാരണം വളരെ സങ്കടകരമായിട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റിയൊന്നും ഞങ്ങളിപ്പോൾ പ്രതികരിക്കുകയില്ല. കാരണം അത് കോടതി നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന ഒരു അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിലുള്ള കാര്യമാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നത് അവിവേകമായിരിക്കും. പക്ഷേ ഈ വാർത്തകളും ഒക്കെ തന്നെ വിശ്വാസികളുടെ മനസ്സിൽ, കേരളത്തിൻ്റെ മനസ്സിൽ തന്നെ വളരെ വലിയ സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ലാതെ ആർക്കും മനസ്സിലാവും. അത് നമ്മൾ 2 വർഷം ഈ ബോർഡ് ഇരുന്നിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ആ സങ്കടത്തിന് കാരണമായ സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കാൻ ഒരിക്കലും നമ്മൾക്ക് അനുവദിച്ചുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണോ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കാനിടയായത്, അതിൻ്റെ ഒരു ആർക്കിടെക്ചറുണ്ട്, അതിൻ്റെ ചില നടപടിക്രമങ്ങളിലെ പഴുതുകളുണ്ട്, അതിൻ്റെ ചില സമീപനങ്ങളിലെ വൈകല്യങ്ങളുണ്ട്. ഇതൊക്കെ എന്താണെന്ന് പരിശോധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കാൻ സാധ്യമല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം നമ്മുടെ ഏക ലക്ഷ്യം എന്താണ്? ദേവസ്വം ബോർഡിനെ പറ്റി ഭക്തർക്കുണ്ടായിരുന്നൊരു വലിയൊരു അഭിമാനമുണ്ട്. ഞങ്ങളുടെ ദേവനെ പരിരക്ഷിക്കുന്ന ബോർഡാണ്. ആ ഒരു അഭിമാന ബോധത്തിൽ ഭക്തരെ തിരിച്ചുകൊണ്ടെത്താൻ പ്രാപ്തമായ നടപടികൾ ഉണ്ടാവണം. ഭഗവാന്റെ ഒരു സ്വത്ത് പോലും എങ്ങും പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഭക്തജനങ്ങൾ ധൈര്യമായിട്ട് കൊണ്ട് സമർപ്പിക്കുന്ന സ്വത്തും പൊന്നും ഒക്കെ ഭദ്രമാണ്. അത് ആ ഒരു അഷുറൻസ് കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് വൈകാരികമായി ഞാൻ ഉൾക്കൊള്ളുകയാണ്. അത് ചെയ്യും. അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാം. ഇനി വിശ്വാസം വേണപ്പെടില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇപ്പോഴത്തെ പ്രവർത്തന ശൈലി? ഇപ്പൊ നിലവിൽ ബോർഡ് കാലങ്ങളായി ഒരു പ്രവർത്തന ശൈലി, ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്തുകൊണ്ടാണ് ഈ വികാരമൊക്കെ വ്രണപ്പെട്ടത്? അവിടെ അനഭിമതമായ കാര്യങ്ങൾ, ടു പുട്ട് എ മൈൽഡ് വേർഡ്, അനഭിമതമായ കാര്യങ്ങൾ നടക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ദേവസ്വം ബോർഡിൽ സാധ്യമല്ല എന്ന് ഈ സ്ഥാപനത്തെ നയിക്കുന്ന ഭരണസമിതി തീരുമാനിക്കുകയാണ് എങ്കിൽ അത് വളരെ കർക്കശമായി നമ്മൾ നടപടികൾ എടുക്കുമെങ്കിൽ ഇവിടെ ഒരു കുഴപ്പവും നടക്കില്ല, നടത്താൻ അനുവദിക്കില്ല. അതാണ്, ഒരു കുഴപ്പവും നടക്കില്ല. എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്നൊക്കെ ഉള്ളത് ഏറെക്കുറെ അറിയാം. അതൊന്നും എനിക്കിപ്പോൾ പറഞ്ഞുകൂടാ. അതൊക്കെ ആ ഒരു അറിവ്, ആ ഒരു എക്സ്പീരിയൻസാണ് വ്യക്തിപരമായി എൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇന്ധനം അല്ലെങ്കിൽ ഒരു ഊർജ്ജം എന്ന് പറയും. ഐ വിൽ ആക്ട് ഓൺ ഇറ്റ്. നമുക്കത് പരിശോധിക്കണം. ഒന്നും ചാടിക്കയറൊന്നും ചെയ്യുന്നല്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഭരണത്തിനകത്തെ ഒരു പ്രൗഢമായിട്ടുള്ളൊരു സുതാര്യത ഉണ്ടാവുന്നതിൻ്റെ ഒരു അഭിമാന മുഹൂർത്തം ഞാൻ സ്വപ്നം കാണുകയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും. ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. എന്തെല്ലാം വഴിയിലൂടെയാണോ ഈ വൈകല്യം ഉണ്ടാകുന്നത്, ആ വഴികളെല്ലാം അടയ്ക്കും. ആ വഴിയിൽ ചൂട്ടുപിടിക്ക് നിൽക്കുന്നവരെ നമ്മൾ ഒഴിവാക്കും. അത്ര തന്നെ ഉള്ളതിനകത്ത്. മുൻ ബോർഡുകളിൽ ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത കുറവുണ്ടായി. അതിനെപ്പറ്റി ഒന്നും എനിക്ക് ഒരു അഭിപ്രായം പറയാനില്ല.